കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. എവിടെ നടക്കാൻ അകത്തൊന്നും സ്ഥലമില്ല. എവിടെ ഒന്നും അത് പോയി കിടക്കാൻ എന്താ എണീര അങ്ങോട്ട് എണീര് എന്തോ നടിയത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വരാം. ഓണരടി എന്താടി കിളിക്ക് തല ചുറ്റിട്ടേ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അയ്യോ കുഴപ്പമൊന്നുമില്ല. ഇപ്പം തല ചുറ്റെന്ന് പറഞ്ഞപ്പോ ശിവനും തോന്നും കൂടെ ഹോസ്പിറ്റലിൽ നമുക്ക് ഹോസ്പിറ്റൽ ബാഗ് ഒക്കെ എടുക്കാം. വാ അളിയ എന്തേ കുഴപ്പമില്ല കാണോ അളിയ? എന്ത് കുഴപ്പമില്ലടാ. നീ ടെൻഷൻ അടിക്കാതെ. അല്ലല്ലേ ഈ ഐസിയുവിൽ കൊണ്ടുപോകണ്ടാണ് അളിയ ഇത്? എടാ നീ അങ്ങനെ പേടിക്കണ്ട. നമ്മൾ ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഇപ്പൊ പറയും. കേട്ടാ പറയൂ. പിന്നെ പറയും. നീ ടെൻഷൻ അടിക്കും. എന്തായിരിക്കും പറ്റിയ ആളെ? എനിക്ക് മനസ്സിലാവുന്നില്ല അളിയ. അത് നമ്മൾ ഒരുമിച്ചല്ല ഉണ്ടായിരുന്നേ. ഇനിയിപ്പോ ഇരുന്നപ്പോഴാണ് തലറങ്ങി ഞാൻ വീണായിരിക്കും. അത്രേ കാണുള്ളൂ. അത്ര കാണുള്ളൂ അല്ലേ? ഓ കുഴപ്പമില്ല. നീ എടാ ടെൻഷൻ അടിക്കാതെ. എന്താണ് അല്ലേ എന്തോ പോലെ ഒരു ആശ വിളിക്കുന്നു. ഹലോ. ഇല്ല ഒരു കുഴപ്പമില്ല. ചെക്കപ്പ് നടന്നുകൊണ്ട്. ഇല്ല ഞാൻ വിളിക്കാന്ന്. ഇല്ല ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഇങ്ങോട്ട് ആരും പറഞ്ഞ. ശരി. അപ്പച്ചി ടെൻഷൻ അടിക്കല്ലേ? അവര് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കാന്നല്ലേ പറഞ്ഞേ? ഇതുവരെ വിളിച്ചില്ലല്ലോ. വിളിക്കും. ആശേ വാ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. വാ. അല്ല ഉത്തോണ്ടിപ്പോ വിളിച്ച് വെച്ചോളൂ. നമ്മളിപ്പോ അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. എടി അവൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല കുഴപ്പമൊന്നുമില്ല. അവർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. എന്നിട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെയാ പെണ്ണ് വീണെന്നാ മനസ്സിലാവാതെ. അവള് വീണായിരുന്നോ? വീണെന്നല്ല, തല കറങ്ങിട്ട് ഇങ്ങനെ വീഴാൻ പോയി. അങ്ങനെ കസേരയിൽ ഇരുന്നപ്പോഴാണ് അവര് വന്ന് കണ്ട് കൊണ്ടുപോയത്. നീ സത്യമാണോ ഈ പറയുന്നേ? പിന്നെ നീ കണ്ടില്ലായിരുന്നോടി? അത് ഞാനും ചേച്ചിയും കൂടെ അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സുമേഷ് ഏട്ടാ ആ വഴി വന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ പാന്റിന്റെ പേരിൽ ചെറുതായിട്ടൊന്ന് ഉടക്കി. അപ്പൊ അവൾക്ക് വല്ല തലവർക്കുണ്ടെന്ന് തോന്നിയായിരുന്നോ? അപ്പൊ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഹെൽത്തി ആയിട്ടാ നിന്നേ. നീ ഒരു കാര്യം ചെയ്യോ, പോയ സുമയെ ഒന്ന് വിളിച്ചോണ്ടരോ. ഞാനും സുമയും കൂടെ പൊക്കോളാം. നിങ്ങൾ ആരും ഞാൻ പറഞ്ഞാൽ കേൾക്കുകയല്ല. നീ വിളിച്ചിട്ട് ഇപ്പൊ ഓടിപ്പാ. ഞാൻ കൂടെ ചെന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിയില്ലേ? ഞാൻ സുമയോട് പറയാൻ വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാൻ. അവൻ പോവോ? പിന്നെന്താ. അത് മതി. സുമേ. അപ്പച്ചി എനിക്കൊരു സംശയം. ഇനി ചേച്ചി വല്ലതും കണ്ട് പേടിച്ചായിരിക്കൂ? അവൾ എന്ത് കണ്ട് പേടിക്കാനടി? അല്ല വല്ല ഭൂതോ പ്രേതോ അങ്ങനെ എന്തേലും? ഈ പട്ടാപ്പകലാണോ ഭൂതവും പ്രേതവും? ഒന്ന് പോവണ്ണേ. അപ്പച്ചി അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ മാസം തന്നെ പെണ്ണുങ്ങളെ മുറ്റത്തിറങ്ങി നിൽക്കാൻ പാടില്ലെന്ന് കേട്ടിട്ടില്ലേ? ഈ വേഷത്തിന്റെ കാര്യത്തിലുള്ളൂ നീ മോഡേൺ. നിന്റെ ചിന്താഗതി എല്ലാം പഴഞ്ചനാ അല്ലേ? ഇതൊക്കെ വിശ്വസിച്ചേ പറ്റൂ. അനുഭവം ഗുരു. എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ പെണ്ണെ. ഒന്ന് സമാധാനിച്ചോട്ടെ. നീ ഈ ലോകത്തെങ്ങും അല്ലേ? എന്താ ഇവിടെ വന്നിരിക്കുന്നത്? എന്താടാ? എനിക്കെന്തോ ഒരു പേടിയോ? അയ്യോ പേടിക്കൊന്നും വേണ്ട. ഇപ്പൊ ഒരു വിളിച്ചായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അല്ല ശരിക്കും പേടിയാണ്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ലടാ. എന്തായാലും ഹോസ്പിറ്റലിൽ ചെന്നല്ലോ. അതല്ല എന്റെ കൈയില്ലേ, കൈ തട്ടിയോ തട്ടിയില്ലെന്നൊരു ഡൗട്ട്. അങ്ങനെ കൈ തട്ടിയ ഒരാൾ ബോധം കിട്ടി വീഴുവോ? ഞാൻ
അവളുടെ കാർത്തൂന്ന് പറയാൻ ഓടിയില്ലായിരുന്നോ? പിന്നെ എനിക്കൊന്നും കിട്ടുന്നുമില്ല, മനസ്സിലൊന്നും ഓർമ്മയില്ല. നീ അവളെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, ഞാനും ചെയ്തിട്ടില്ല. അല്ലേ പറഞ്ഞേ, ഇത് തട്ടിയൊരു എടാ, വെറുതെ ഒന്ന് കൈ തട്ടിയാലൊന്നും ബോധം കിട്ടു വീട്ടിൽ. അവൾക്ക് വല്ല പ്രഷറോ ഡൗൺ ആവുകയോ വല്ലതും ചെയ്തായിരിക്കും. എന്നാലും ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ കാരണം കൊണ്ടായിരിക്കുമല്ലോ മിക്കവാറും. അതുകൊണ്ട് നീ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത ആലോചിച്ച് കൂട്ടണ്ട. ഇപ്പൊ ഉത്തണ്ണ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഇത്ര ടെൻഷൻ ആണെങ്കിൽ നീ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടോ. എനിക്ക് സമാധാനം കിട്ടുന്നില്ല. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതടാ. ഒന്നുമില്ല, ഡേറ്റ് എടുത്തിരിക്കുന്ന പെണ്ണല്ലേ, ചിലപ്പോൾ തലയിറങ്ങി വീണ് ഹോസ്പിറ്റലിൽ പോയി ഡെലിവറി ഒക്കെ കഴിയുമായിരിക്കും. ഇപ്പൊ അത്രേ ഉള്ളൂ, ചെല്ല്. എന്തായാലും കുഴപ്പമൊന്നും കാണത്തില്ല. നിന്റെ സമാധാനത്തിന് നീ ഒന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അവളെ കാണാം. അപ്പൊ ശരിയാവും. ബാ, എനിക്കില്ല. അപ്പൊ അവളോട് ചോദിക്കാലോ എന്താ പറ്റിയെന്ന്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ? എന്റെ പൊന്നു മോനെ, ഒരു കുഴപ്പമില്ല, നീ ഒന്ന് സമാധാനപ്പെട്. ഞാൻ പോയിട്ട് വരാം. ആ, ചെല്ല്. ഫോൺ എടുത്തോണ്ട് പോണേ. ഫോൺ അവിടെ കണ്ട ചെന്നിട്ട് വിളിക്കും.